ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാനിന്ന് വന്നിട്ടുള്ളത് കുറച്ച് നഴ്സിംഗ് വാക്കൻസീസും അതുപോലെ തന്നെ യിലോട്ട് വിസിറ്റിംഗ് വിസ എടുത്ത് പോകാൻ പറ്റാത്ത നഴ്സുമാർക്ക് ഈസി ആയിട്ട് ഒരു ജോബ് നേടാനായിട്ട് കുറച്ച് മെത്തേഡ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ എന്തായാലും ഇൻഫോർമേറ്റീവ് ആകും. ഇപ്പോൾ നിങ്ങൾ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് ഹോസ്പിറ്റലിലോട്ട് ജോബ് സെർച്ച് ചെയ്യാൻ പോയാലും ആ ഹോസ്പിറ്റൽസ് ഇതേ മെത്തേഡ്സ് തന്നെയായിരിക്കും പറയുക. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഞാനിത് കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പറയുവാണ്, ഇതുപോലൊരു ഇൻഫർമേഷൻ നിങ്ങൾ ഏത് യൂട്യൂബ് ചാനൽ നോക്കിയാലും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങൾക്ക് അഥവാ ഇതുപോലൊരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് വേറെ യൂട്യൂബ് ചാനലിൽ നിന്ന് കിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ അജിൻ, നിങ്ങളുടെ സ്വന്തം മാറിൻ. വെൽക്കം ടു മൈ ചാനൽ. നമുക്കാദ്യം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ആ മെത്തേഡ് നോക്കിയതിന് ശേഷം നമുക്ക് ജോബ് വാക്കൻസീസ് നോക്കാം കേട്ടോ. എനിക്ക് ഈ ഡേറ്റാസ് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ, എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വിസിറ്റിംഗ് വിസ എടുത്തതിന് ശേഷം അവർ ഡയറക്റ്റ് യിലോട്ട് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു കുറേ ഹോസ്പിറ്റൽസിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഈ പോയ ഹോസ്പിറ്റൽസ് എല്ലാം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ ഡയറക്റ്റ് CV അവർ കയ്യിൽ മേടിക്കത്തില്ല. അതായത് HR ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്റ്റ് CV മേടിക്കത്തില്ല. അവരുടെ ഒരു ഇമെയിൽ അഡ്രസ്സ് ഉണ്ട്. ആ ഇമെയിൽ അഡ്രസ്സിലോട്ട് CV അയക്കുക. അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യും. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഓരോ ഹോസ്പിറ്റലിലെയും ഇമെയിൽ അഡ്രസ്സ് HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ മേടിച്ചിട്ടുള്ളത്. അതാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും അതൊരു ഈസി മെത്തേഡാണ്. നിങ്ങൾക്ക് വിസിറ്റിംഗ് വിസ എടുത്തിട്ട് പോയി അപ്ലൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലോട്ട് പോകാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ UAEയിലെ ഡബ്ലിൻ ഹെൽത്ത് സർവീസ് ആണ്. അപ്പോൾ ഈ ഡബ്ലിൻ ഹെൽത്ത് സർവീസ് എന്ന് പറയുമ്പോൾ ഇവരുടെ കീഴിൽ ഒരുപാട് ഹോസ്പിറ്റൽസും മെഡിക്കൽ സെൻറ്റേഴ്സും ലാബ്സും ഇങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഡബ്ലിൻ ഹെൽത്ത് സർവീസ് ഏതാണ്ട് 18 വർഷമായിട്ട് ഈ ഹെൽത്ത് മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ കീഴിലുള്ള ഒരു 9 ഫെസിലിറ്റീസ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. ഇബിൻ നഫീസ് മെഡിക്കൽ സെൻറ്റർ, അതുപോലെ തന്നെ ഇബിൻ നഫീസ് മെഡിക്കൽ സെൻറ്റർ കോസ്മെറ്റിക് ആൻഡ് ഡെന്റിസ്ട്രി ബ്രാഞ്ച്, ഇതിൻ്റെ ബ്രാഞ്ചസ് അവർക്കുണ്ട്. അതുപോലെ തന്നെ ഇബിൻ നഫീസ് മെഡിക്കൽ ലബോറട്ടറി, സെഹ എമിറേറ്റ്സ് ഹോസ്പിറ്റൽ, അതുപോലെ തന്നെ ബാബിൽ ഫാർമസി, 3 ബ്രാഞ്ചസ് ഉണ്ട് അവർക്കും. ബാബിൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ്സ്, അതുപോലെ തന്നെ ട്രൂ കെയർ എന്ന് പറഞ്ഞൊരു ഹോം ഹെൽത്ത് കെയറും അവരുടെ കീഴിലുണ്ട്. അപ്പോൾ ഇത്രയും ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അവർക്കുണ്ട്. അവർ ഒരുപാട് പേരെ ഹയർ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഹോസ്പിറ്റൽസ് അവർക്കുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഹെൽത്ത് കെയറിലോട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളത് അപ്ലൈ ചെയ്യുക കേട്ടോ. നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് കോസ്മി സർജൻ എന്ന് പറഞ്ഞൊരു ഹോസ്പിറ്റലാണ്. ഇത് ദുബായിലാണ് ഉള്ളത്. അപ്പോൾ അവർക്ക് ഏതാണ്ട് ഒരു 15 സെൻറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ സർവീസ് എന്ന് പറയുമ്പോൾ കോസ്മെറ്റിക് ട്രീറ്റ്മെൻറ്റ്സും അതുപോലെ തന്നെ കോസ്മെറ്റിക് സർജറീസും നോൺ സർജിക്കൽ പ്രൊസീജിയേഴ്സും ഒക്കെയാണ്. ഇവർക്കും ഒരുപാട് സ്റ്റാഫ് നേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവർ ഈ കോസ്മി സർജി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോഴത്തേക്കും ഈ കോസ്മെറ്റിക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ചെറിയൊരു ക്ലിനിക്ക് എന്തെങ്കിലും ആയിരിക്കുന്നു. പക്ഷേ അല്ല, അതൊരു വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലോട്ട് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതിൻ്റെ ഇമെയിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷഹീൻ മെഡിക്കൽ സെൻറ്റർ അബുദാബിയിലോട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ. ഇതൊരു മെഡിക്കൽ സെൻ്ററാണ്. ഇവിടുത്തെ മെഡിക്കൽ സെൻ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ നാട്ടിലെ പോലെ ചെറിയ മെഡിക്കൽ സെൻ്റർ ഒന്നുമല്ല, വലിയൊരു ഹോസ്പിറ്റൽ പോലെയാണ് ഈ മെഡിക്കൽ സെൻറ്റേഴ്സ് ഒക്കെ ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ മെഡിക്കൽ സെൻറ്ററിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും ഞാൻ അതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അൽ അമീൻ മെഡിക്കൽ സെൻറ്റർ അബുദാബിയാണ് കേട്ടോ. ഇതും ഒരു മെഡിക്കൽ സെൻ്ററാണ്. ഇതും അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. അത് നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് UAEയിലെ ഗ്ലോബൽ കെയർ ഹോസ്പിറ്റലാണ് കേട്ടോ. ഇത് അത്യാവശ്യം നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജി ഉള്ള ഒരു വലിയ ഹോസ്പിറ്റലാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിലോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഇമെയിൽ അഡ്രസ്സിൽ നിങ്ങൾ നിങ്ങളുടെ CVയും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫക്കിഹ് IVF ഫെർട്ടിലിറ്റി സെൻറ്ററിലെ ഇമെയിൽ അഡ്രസ്സാണ് കേട്ടോ. ഇതൊരു ഫെർട്ടിലിറ്റി സെൻ്ററാണ്. അപ്പോൾ നിങ്ങൾ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ ഈ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അൽസാബി ഗ്രൂപ്പിൻ്റെ ഒരു ഹോസ്പിറ്റലിലോട്ടാണ്. ഈ ഹോസ്പിറ്റൽ ഇമെയിൽ ഞാൻ എൻ്റെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ടാവും. ഇത് അത്യാവശ്യം മൾട്ടി സ്പെഷ്യാലിറ്റി വലിയൊരു ഹോസ്പിറ്റലാണ്. ഇതും അബുദാബിയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ എത്രയും വേഗം നിങ്ങൾ ഈ ഇമെയിലിലോട്ട് നിങ്ങൾ CV പ്ലേസ് ചെയ്യുക കേട്ടോ.
അതുപോലെ തന്നെ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കനേഡിയൻ CMCയുടെ ഒരു ഇമെയിലാണ് കേട്ടോ. ഇതൊരു അത്യാവശ്യം വലിയൊരു ഹോസ്പിറ്റലാണ്. കനേഡിയൻ CMC അത്യാവശ്യം നല്ല കനേഡിയൻ സ്റ്റാൻഡേർഡിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും ഇമെയിലും ഞാൻ എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനും കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിത് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഹോസ്പിറ്റൽ ഇമെയിൽസ്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് UAEയിലെ ഹോസ്പിറ്റൽ വാക്കൻസീസ് ആണ് കേട്ടോ. ഇപ്പോൾ നഴ്സിംഗ് വാക്കൻസീസ് വന്നിട്ടുള്ളത് ആസ്റ്റർ ഹോസ്പിറ്റലിലോട്ടാണ്. അവർ ചോദിച്ചേക്കുന്നത് NICU, കാത്ത് ലാബ്, അതുപോലെ തന്നെ ലേബർ റൂമിലോട്ടാണ്. BSc നഴ്സുമാരെയാണ് അവർ ചോദിച്ചേക്കുന്നത്. DHA ലൈസൻസ് ഉണ്ടാവണം, ഇല്ലെങ്കിൽ DHA എലിജിബിലിറ്റി ലെറ്റർ ഉണ്ടാവണം കേട്ടോ. ഇത് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് ഈ ഹോസ്പിറ്റലിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. നിങ്ങളിത് എത്രയും വേഗം അപ്ലൈ ചെയ്യുക. പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിലെ ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങളിതിൽ ഷോർട്ട് ലിസ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഈ ഹോസ്പിറ്റലിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ആദം വൈറ്റൽ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞൊരു അബുദാബിയിലൊരു ഹോസ്പിറ്റലിലോട്ടാണ്. ഇവർ ചോദിച്ചേക്കുന്നത് OPD നഴ്സസിനെയും അതുപോലെ തന്നെ റേഡിയോഗ്രാഫേഴ്സിനെയുമാണ് കേട്ടോ. അപ്പോൾ ഈ OPD നഴ്സസിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ ഇത് എത്രയും വേഗം അപ്ലൈ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ റേഡിയോഗ്രാഫേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. ഈ വാക്കൻസീസ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് ഇതിൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അവരും നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്താൽ മാത്രമേ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുള്ളൂ. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് അബുദാബിയിലെ ഒരു നഴ്സിംഗ് വാക്കൻസിയാണ്. അവർ ചോദിച്ചിട്ടുള്ളത് സ്കൂൾ നഴ്സസിനെയാണ്. അത് രജിസ്റ്റേർഡ് നഴ്സസിന് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് BSc നഴ്സുമാർക്ക് അത് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ MOH ലൈസൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇവാലുവേഷൻ ലെറ്റർ ഉണ്ടായിരിക്കണം. പിന്നെ 2 ഇയർ എക്സ്പീരിയൻസ് ഇൻ സ്കൂൾ നഴ്സസ്, അതായത് നമ്മൾ സ്കൂൾ നഴ്സായിട്ട് ഒരു 2 ഇയർ എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടായിരിക്കണം. പിന്നെ പ്രത്യേകിച്ച് വേണ്ടതെന്ന് വെച്ചാൽ എക്സലൻറ്റ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. അത് നിങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ വാലിഡ് ACLSഉം BLSഉം ഉണ്ടായിരിക്കണം. ഈ ജോബിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ക്വാളിഫിക്കേഷൻ മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 30 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ സ്കൂൾ നഴ്സ് വാക്കൻസി അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നഴ്സുമാർക്ക് ഇത് അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ അഡ്രസ്സ് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. ഇനി വരും ദിവസങ്ങളിൽ ഞാൻ ഇതുപോലുള്ള നഴ്സിംഗ് വാക്കൻസീസ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇൻഫർമേറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതുപോലെ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്